Hello everyone, welcome to Legal Lore by Anusha. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പ്രൊസീജിയർ ഫോർ രജിസ്ട്രേഷൻ ഓഫ് കോപ്പിറൈറ്റ്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ ഫയൽ ചെയ്യുക. ഫയൽ ആൻഡ് അപ്ലിക്കേഷൻ, ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതിൽ ഓതർ അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ക്ലെയിം ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ ആ വർക്കിൻ്റെ ഓണർ, അല്ലെങ്കിൽ അവർ ഓതറൈസ് ചെയ്തിട്ടുള്ള ഒരു ഏജൻറ്റ്, ഇവർക്കാണ് ഈ അപ്ലിക്കേഷൻ ഫയൽ ചെയ്യാൻ പറ്റുക. ഒന്നെങ്കിൽ ഇവർക്ക് ഇത് കോപ്പിറൈറ്റ് ഓഫീസിൽ പോയിട്ട് ഫിസിക്കലി ഫയൽ ചെയ്യാം, അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി ഫയൽ ചെയ്യാം, അല്ലെങ്കിൽ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ ഫയലിംഗ് ഫെസിലിറ്റി ഇവർക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓരോ വർക്കിനും സെപ്പറേറ്റ് അപ്ലിക്കേഷൻ ഫയൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇത് ഫയൽ ചെയ്യുമ്പോൾ ഇതിലെന്തൊക്കെയാണ് പെർട്ടിക്കുലേഴ്സ് ആവശ്യമുള്ളത്, അതും അതിൻ്റെ ഫീ എത്രയാണെന്ന് നോക്കിയിട്ട് അതും കൂടി ചേർത്തിട്ട് വേണം ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്കിന് ഫീസും ഡിഫറെൻ്റ് ആണ്. സോ ഇതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത്. ഇനി ഇതിൽ ഫീനെ പറ്റി പറയുവാണെങ്കിൽ ആർട്ടിസ്റ്റിക് വർക്കിൻ്റെ ഫീ എന്ന് പറയുന്നത് 500 റുപ്പീസാണ്. സിനിമാറ്റോഗ്രാഫിക് കോപ്പിറൈറ്റിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 5000 റുപ്പീസാണ്. അതായത് ഈ അപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് 5000 to 40,000 വരെ ഇതിൻ്റെ ഒരു റേഞ്ച് ഉണ്ട്. ഇത് നമുക്ക് DD ആയിട്ടോ അല്ലെങ്കിൽ IPO ആയിട്ടോ അല്ലെങ്കിൽ ഈ പേയ്മെൻറ്റ് ഫെസിലിറ്റി വഴിയൊക്കെ നമുക്കിത് പേ ചെയ്യാവുന്നതാണ്. ഈ ആപ്ലിക്കേഷൻ്റെ കൂടെ എന്തൊക്കെ എസെൻഷ്യൽ ഡോക്യുമെൻറ്റ്സ് ആണോ വേണ്ടത് അതൊക്കെ ചേർത്തിട്ട് വേണം ഇത് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ സ്റ്റെപ്പിൻ്റെ അവസാനം രജിസ്ട്രാർ ഒരു ഡയറി നമ്പർ ഇഷ്യൂ ചെയ്യും അപ്ലിക്കൻറ്റിന്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സാമിനേഷനാണ്. ഈ ഡയറി നമ്പർ ഇഷ്യൂ ചെയ്തിട്ട് ഒരു 30 ദിവസം നമുക്ക് വെയിറ്റിംഗ് പീരീഡ് ആയിട്ടാണ് പറയുന്നത്. ഈ പീരീഡിൽ കോപ്പിറൈറ്റ് എക്സാമിനർ ഈ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ റിവ്യൂ ചെയ്യും. ഈ വെയിറ്റിംഗ് പീരീഡ് എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒബ്ജെക്ഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അറൈസ് ചെയ്യാനും അതുപോലെ തന്നെ അത് റിവ്യൂ ചെയ്യാനൊക്കെയുള്ള ടൈം പീരീഡ് ആയിട്ടാണ് കാണുന്നത്. ഒബ്ജെക്ഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെയാണെങ്കിൽ എക്സാമിനർ ഈ ആപ്ലിക്കേഷനുമായിട്ട് മുന്നോട്ട് പോകും. ഒബ്ജെക്ഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ രണ്ട് പാർട്ടീസിനും ഹിയർ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കുകയും അതിലൊരു തീരുമാനം എടുക്കുകയും ചെയ്യും. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് രജിസ്ട്രേഷനാണ്. ഒബ്ജെക്ഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല എന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് രജിസ്ട്രേഷനാണ്. അതിൽ രജിസ്ട്രാർ ചിലപ്പോൾ കൂടുതൽ ഡോക്യുമെൻറ്റ്സ് ആവശ്യപ്പെടാം. ഇത്രയും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തു, എല്ലാം സാറ്റിസ്ഫൈ ആയി എന്ന കേസിലാണെങ്കിൽ രജിസ്ട്രാർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. രജിസ്ട്രേഷൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാണ് ലാസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ പ്രോസസ്സിൽ എല്ലാം കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ അപ്ലിക്കൻറ്റിന് രജിസ്റ്റർ ഓഫ് കോപ്പിറൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ ഒരു എക്സ്ട്രാക്റ്റ് ലഭിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു ചെറിയ വീഡിയോയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.